ചേച്ചി ആശ ചേച്ചി ഇവിടെ മുടിയാ മുടിയൊക്കെ പോയി. നീ എവിടെ ആയിരുന്നു ഇത്ര നാള്? ചേച്ചി ഞാൻ അയർലൻഡ് ഏണിക്കര അഞ്ചല്. പിന്നെ ചേച്ചിക്ക് എന്തുകൊണ്ട് വിശേഷം? അമ്പൂണ്ട് എന്താ പറയുന്നു? അപ്പൊ നിന്നെ വിളിക്കാറില്ലയോ? ഓ എന്നെ വിളിച്ചിട്ട് 1-2 മാസം കൊണ്ടായി. ചുമ്മാതല്ല, അങ്ങനെ മര്യാദയായിട്ട് അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. വലിയ വർത്താനങ്ങൾ പറയല്ലേ വേണ്ടപ്പുള്ളേ. നിങ്ങളെ കാരണമാണ് അമ്പൂണ്ണ ഇങ്ങോട്ട് വരാത്തത്. ആഴ്ചയിൽ 5 മൈക്രോ ഫിനാൻസ് പോരാതെ നിങ്ങൾക്ക് ലക്ഷറി ലൈഫ്. കേൾക്കണം ചേച്ചി, ഈ ചേച്ചിക്കാണ് ലക്ഷറി ലൈഫ്. പിന്നെ ഭയങ്കര ആഡംബര ജീവിതമാ. അപ്പൊ ഒന്ന് പോയിച്ചു കൊടുത്തു. നിങ്ങൾ വലിയ കാര്യം എന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ഒറ്റ കാരണമാണ് അമ്പൂണ്ണ ഇങ്ങോട്ട് വരാത്തത്. എന്തോ ബഹളം ഇവിടെ? ഇല്ല സുരഭി, നമ്മള് വെറുതെ ഞാനും അർഷ ചേച്ചിയും കൂടെ നാട്ടുകാരെയൊക്കെ പറയുന്നു. പ്രതീക്ഷ അവിടെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നല്ലോ. എവിടെ പോയെന്നെല്ലാം പറഞ്ഞോ? പറഞ്ഞില്ലേ? ഇന്നലെ മുതൽ പ്രതീക്ഷയുടെ ശത്രുവാ ഞാൻ. പിന്നെ ഇതൊന്നും മിണ്ടാറില്ല. അതൊന്നും കുഴപ്പമില്ല സുരഭി. ഇതൊക്കെ പെട്ടെന്ന് മാറുമെന്നേ. പിന്നെ സുരഭി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സുഹാസിനി മാഡത്തിനടുത്ത് പറഞ്ഞിട്ട് അവന്റെ പാസ്പോർട്ട് തിരിച്ചു മേടിച്ചു കൊടുക്കും. അതാണ് അവന്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അപ്പൊ പ്രതീക്ഷ ഗൾഫിൽ പോണെന്നാണ് പറയണത്? അങ്ങനല്ല സുരഭി, കാര്യം പ്രതീക്ഷന്റെ ആഗ്രഹം അതാണെങ്കിലേ ഒന്ന് പോയി കറങ്ങി വരട്ടെ. പിന്നെ സുരഭി ഇപ്പൊ പണ്ടത്തെ കണക്കൊന്നുമില്ല. ഗൾഫിൽ പോയാൽ നല്ല പണിയെടുക്കേണ്ടി വരും. അവിടെ പോയി പണിയെടുത്തിട്ട് അവന് മടുക്കുമ്പോ അവങ്ങി വന്നോളും അല്ലേ? ഇതെന്താ വെച്ചാറ്? മുളകച്ചാറ്. വെള്ളം താ. വെള്ളമില്ല. മുളകച്ചാറുണ്ടെങ്കിൽ അത് വെള്ളമില്ലേ? വെള്ളം താ. ഇന്നലെ വീട്ടിൽ പോയിട്ട് എന്താ അടി? ഇന്നലെ പ്രതീക്ഷ ഇവിടെ വന്ന് എന്നെ അടിച്ച കാര്യം നീ അമ്മ അടുത്ത് പറഞ്ഞു കൊടുത്താ? അത് ചേച്ചി ചോദിച്ചപ്പോ ചോദിക്കുമ്പോ എല്ലാം നീ പറഞ്ഞു കൊടുക്കോ? അങ്ങനെ നീ ഇന്നലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? നീ ബേക്കറി കൊടുക്കാനുള്ള പാഴ്സൽ കൊടുത്താ? ഇപ്പൊ എടുത്തു കൊടുക്കാം. എന്നാ പോയി എടുത്തു വെച്ചാ. ആ അമ്മ അങ്ങനെയൊക്കെ സംഭവിച്ചാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.